കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ അമ്മയെ മകൻ വെട്ടിക്കൊന്നു. 26 വയസ്സുള്ള മകനാണ് അമ്മയെ വെട്ടിക്കൊന്നത്. ഏക മകനാണ്. അമ്മ സിന്ധു ഈ പയ്യനെ പിതാവ് മരിച്ച ശേഷം കഴിഞ്ഞ 20 വർഷമായിട്ട് വളർത്തി. 6 വയസ്സിൽ ഈ പയ്യൻ്റെ പിതാവ് മരിച്ചുപോയി. അമ്മയാണ് ഈ കുട്ടിയെ വളർത്തിയത്. അമ്മ സിന്ധു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു രാത്രിയിൽ. അത് വീടിനോട് ചേർന്ന ഒരു ചെറിയ പുരയിലാണ് ഭക്ഷണം പ്രത്യേകമായിട്ട് പാകം ചെയ്യുന്നത്. അവിടെ ഭക്ഷണം രാത്രി 8 മണിയോടെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നപ്പം മകൻ കയറി വന്നു. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണോ എന്തായാലും അമ്മയായിട്ട് വഴക്കുണ്ടായി. മകൻ ലഹരിക്കടിമയാണ്. അത് അമ്മയ്ക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. പക്ഷേ അമ്മയോട് വഴക്കുണ്ടാക്കി. അതിനുശേഷം അമ്മയെ അവിടെ വെച്ച് അടുക്കളയിൽ വെച്ച് വെട്ടിക്കൊന്നു. അതിനുശേഷം ഇയാൾ അടുത്ത വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞാൻ അമ്മയെ വെട്ടിക്കൊന്നു എന്ന്. അരവിന്ദന് അമ്മയെ കൊന്ന വിവരം അതിൽ തൊട്ടടുത്തുള്ളവർ ഭയപ്പെട്ട് അവരുടൻ തന്നെ അവരുടെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു. പഞ്ചായത്ത് മെമ്പർ ആ വിവരം പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് വന്നു. അടുക്കളയിൽ അമ്മ വെട്ടേറ്റ് മരിച്ചു കിടക്കുന്നു. മകനെ അരവിന്ദനെ കസ്റ്റഡിയിലെടുത്തു. കാഞ്ഞിരപ്പള്ളി DYSP ആണ് ഈ കേസിൻ്റെ അന്വേഷണം ഉടനെ ഏറ്റെടുത്തു. 6 വയസ്സിൽ പിതാവ് മരിച്ചതാണ്. 20 വർഷമായിട്ട് അമ്മ ഈ മകനെ പൊന്നുപോലെ നോക്കുകയാണ്. മകനെ ലഹരിക്കടിമയാണ്. എന്ത് കാരണത്തിലാണ് ഈ ലഹരിക്കടിമക്കാരൊക്കെ സ്വന്തം അമ്മയെ അപ്പനെയും സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊല്ലുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ലഹരിക്കടിമയായ ഒരു പയ്യന് കൊലപാതകത്തിന് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വരുന്നത്? ആ അമ്മയോട് നന്ദിയുള്ള മകനായിരിക്കണ്ടേ. പിതാവ് നഷ്ടപ്പെട്ട ശേഷം 6 വയസ്സുള്ള 1-ാം ക്ലാസ്സിലെങ്ങാനും പഠിക്കുന്ന കുട്ടി കഴിഞ്ഞ 20 വർഷമായിട്ട് അമ്മ ജോലി ചെയ്ത് മകനെ തീറ്റുന്നുണ്ട്. അമ്മ രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ടായിരിക്കാം രാത്രി 8 മണിക്ക് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ്. അവിടെ വന്ന് അമ്മയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മയെ വെട്ടിക്കൊല്ലുകയാണ്. അത് രാത്രി 8 മണിക്ക്. ഇതൊക്കെ കേരളത്തിൽ ധാരാളം നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ. മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ റെയറായിട്ടാണ് ഇത് കാണുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കൊലപാതകത്തിൻ്റെ ആധിക്യം കൂടുന്നത്? മക്കൾ പിതാവിനെ കൊല്ലുന്നു, സഹോദരന്മാരെ കൊല്ലുന്നു, അല്ലെങ്കിൽ സഹോദരിയെ കൊല്ലുന്നു. ചില സഹോദരിമാരും ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അവരും പല ആൾക്കാരെയും കൊന്നതായിട്ട് വരുന്നുണ്ട്. കുടുംബാന്തരീക്ഷം എല്ലാം മാറി കേരളത്തിലെ അവിശുദ്ധമായ പല രംഗത്തും മലയാളികൾ കയറി ഇറങ്ങി പോവുകയാണ്. കുടുംബത്തിൻ്റെ ഭദ്രതയെല്ലാം നശിച്ചിരിക്കുന്നു. കുടുംബത്തിൻ്റെ ബോണ്ടേജ് നശിച്ചിരിക്കുന്നു. ലഹരിക്കടിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പണം വേണം. പണം കൊടുത്തില്ലെങ്കിൽ അമ്മയെ കൊല്ലും, അല്ലെങ്കിൽ അപ്പനെ കൊല്ലും. ഇത് കേരളത്തിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമ്മയെ കൊല്ലുക മാത്രമല്ല, ചിലർ അമ്മയെ കത്തിച്ച് കളയും. അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ദൈനംദിനം കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ, സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ശക്തിയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയുന്നത്. കാരണം ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരുന്നത് ഇന്ത്യയിലെ കുടുംബാന്തരീക്ഷമായിരുന്നു. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് താമസിക്കുകയും പരസ്പരം ബഹുമാനത്തോടെ താമസിക്കുകയും വയസ്സുകാലത്ത് അപ്പനെയും അമ്മയും സംരക്ഷിക്കുന്ന മക്കളുടെ ഒരു പാരമ്പര്യമാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യാസമായി അപ്പനെയും അമ്മയും തഴഞ്ഞ് അപ്പനെയും അമ്മയുടെ സ്വത്തടിച്ചിരിക്കുന്ന ഒരു തലമുറയായിട്ട് മാറിയിരിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള സംഗതി കൊടുത്തില്ലെങ്കിൽ അവരെ വെട്ടിക്കൊല്ലുന്നതും വന്നിരിക്കുന്നു. അത് മാനസിക വിഭ്രാന്തി ഉള്ളവർ മാത്രമല്ല, നോർമലായിട്ട് ഈ പണം മോഹിച്ച് അപ്പനെയും അമ്മയുടെയും ഇന്ന് പണം അടിച്ചു മാറ്റാൻ കഴിയില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സമൂഹമായിട്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാരികളും വളർന്നു വന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് ഓരോ ദിവസവും ഈ ഓരോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പള്ളിക്കത്തോട് അമ്മയെ കൊന്ന പോലെ തന്നെ കാസർഗോഡും അമ്മയെ തീ കത്തിച്ചു കൊന്നു മകൻ. മെൽവിൻ മൊന്തേരോ എന്ന് പറഞ്ഞ നിർമ്മാണ തൊഴിലാളിയാണ് അമ്മയെ കൊന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് സംഭവം ഉണ്ടായി. കഴിഞ്ഞ കുറേ നാളുകളായി മദ്യപാനിയാണ് മെൽവിൻ. ഇയാൾ കർണാടക പല സ്ഥലത്തും ക്വാറികളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്.
നാട്ടിലിപ്പോൾ ജോലിയില്ല, വരുമാനമില്ല, ഒരു വിഷാദ രോഗിയെ പോലെ നടക്കുമായിരുന്നു. ആരോടും സംസാരിക്കില്ല. വീട്ടിൽ അമ്മയായിട്ട് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. ഇയാൾ തൊഴിലില്ലെങ്കിലും നന്നായിട്ട് മദ്യപിച്ച് നടക്കുന്ന കാണാം. എവിടെ നിന്നാണ് പണം വരുന്നതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയെ തീ കത്തിച്ച് കൊന്നു. അതിനുശേഷം ഇയാൾ കാസർഗോഡ് നിന്ന് ഒരു ഓട്ടോ പിടിച്ച് മഞ്ചേശ്വരം വരെ പോയി. മഞ്ചേശ്വരത്തിൽ നിന്ന് എങ്ങോട്ട് പോയെന്ന് പോലീസിന് അറിവില്ല. പോലീസ് എനിക്ക് മനസ്സിലായി ഇയാൾ അതിവേഗത്തിൽ നീങ്ങില്ല. കാരണം ഇയാളുടെ കയ്യിൽ പണമൊന്നുമില്ല, തൊഴിലില്ല. അത് വീട്ടുകാർക്ക്, കാസർഗോഡ് ഇയാളുടെ വീടിൻ്റെ പരിസരത്തുള്ളവർക്ക് അറിയാം. അവരാരും സംസാരിച്ചാലും ഇയാൾ അങ്ങോട്ട് സംസാരിക്കില്ല, മൗനിയായിട്ട് നടക്കും, നന്നായിട്ട് മദ്യപിക്കും. അതോടൊപ്പം തന്നെ ഇയാൾ പല ആൾക്കാരിൽ നിന്നും പണം ചോദിച്ചാൽ ആരും കൊടുക്കാറില്ല, കാരണം തിരിച്ചു കിട്ടില്ല. കഴിവുള്ളിടത്തോളം ഇയാൾ ചോദിക്കാതിരിക്കും. പിന്നെ എങ്ങനെയാണ് ഇയാൾ മദ്യപിക്കാനുള്ള പണം സമ്പാദിക്കുന്നത് പലർക്കും അറിയില്ല. അമ്മ കൊടുക്കുമോ ഇല്ലയോ എന്നും അറിയില്ല. അങ്ങനെ പണം ചോദിച്ച് കൊടുക്കാത്തതുകൊണ്ടാണോ അമ്മയെ കൊന്നതെന്നും അറിയില്ല. അമ്മയെ തീ കത്തിച്ച് ആണ് കൊന്നത്. അതിനുശേഷം ഇയാൾക്ക് അവിടുന്ന് ഒളിച്ചോടാൻ അറിയാം. അവിടുന്ന് ഓട്ടോ പിടിച്ചാണ് മഞ്ചേശ്വരം വരെ പോയത്. പോലീസ് ഇയാളെ മൊബൈലിൽ നോക്കി, ടവർ ലൊക്കേഷൻ നോക്കി, ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഓഫാകും, വീണ്ടും ഓണാക്കും. അങ്ങനെ ഓരോ ടവർ ലൊക്കേഷനും പോലീസിന് മനസ്സിലായി. അവസാനം പുള്ളിയുടെ ടവർ ലൊക്കേഷൻ കണ്ടത് ബൈന്നൂർ, കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്ത് വന്ന് അവിടുന്ന് ക്വാറി ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അത് മിക്കവാറും ഇയാൾ ഏതെങ്കിലും പണ്ട് പണി ചെയ്ത ക്വാറിയുടെ അടുത്ത് ആയിരിക്കാം, കർണാടകയിൽ എവിടെയെങ്കിലും ആയിരിക്കാം ചെന്ന് വിടുന്നതെന്ന് നോക്കും. എന്തായാലും അവസാനമായിട്ട് ലൊക്കേഷൻ അയാളുടെ മൊബൈൽ ഓഫ് ചെയ്ത് ബൈന്നൂരെന്ന് എന്ന സ്ഥലത്തിനടുത്ത് നിന്നാണ്. പോലീസ് അങ്ങോട്ട് നീങ്ങി. പോലീസ് ഇയാളെ കണ്ടെത്തി, ഇയാളെ അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്തിനാണ് അമ്മയെ കൊന്നതെന്നും വ്യക്തമല്ല. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 2 അമ്മമാരെയാണ് ഇപ്പം ചെറുപ്പക്കാർ, മക്കൾ, ആൺകുട്ടികൾ കൊലപ്പെടുത്തുന്നത്. ഒന്നെങ്കിൽ അവർ മദ്യപാനി, അല്ലെന്നുണ്ടെങ്കിൽ അവർ രാസലഹരിയിൽ ചെന്ന് ചാടിയിരിക്കുന്നവരാണ് അമ്മമാരെ കൊല്ലുന്നതായിട്ട് കാണുന്നത്.